വയനാട് കൽപ്പറ്റയിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം മേളയിൽ ജില്ലാ ലൈബ്രറി സംഗമവും അക്ഷര പുരസ്കാര വിതരണവും നടന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി.കെ. മധു ഉദ്ഘാടനം നിർവഹിച്ചു. വൈജ്ഞാനികമായ സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള അടിത്തറ പാവുകയാണ് നവകേരളം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ സമ്പൂർണ്ണ വൈജ്ഞാനിക മുന്നേറ്റം കൈവരിച്ച നാട് കേരളമാണെന്ന് വി.കെ. മധു പറഞ്ഞു. വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുവാൻ സംസ്ഥാനത്തെ 10,000-ഓളം ഗ്രന്ഥശാലകൾ വഹിച്ച പങ്ക് വലുതാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് വിള്ളലേൽപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ വൈജ്ഞാനിക മുന്നേറ്റം ഒരു നവകേരളത്തിന് അടിത്തറ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നമുക്കറിയാം. ആ വൈജ്ഞാനിക സമൂഹം വാർത്തെടുക്കുന്നു. ആ വൈജ്ഞാനിക സമൂഹത്തിലേക്ക് മുന്നേറുന്നത് തീർച്ചയായും കേരളത്തിലെ അക്ഷരപ്രസ്ഥാനം, ഗ്രന്ഥശാല പ്രസ്ഥാനം ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ എല്ലാ ചരിത്രഘട്ടങ്ങളിലും നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ബഹുസ്വര സംസ്കാരത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ 2024-2025 വർഷത്തെ അക്ഷര പുരസ്കാരവും വിതരണം ചെയ്തു. മികച്ച നോവലായി ഹാരിസ് നെന്മേനിയുടെ പാലം തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കവിതാ പുരസ്കാരം വിഷ്ണുപ്രസാദിന്റെ പൂക്കളുടെ ഭാഷ നേടിയപ്പോൾ ജോയി പാലക്കാമൂലയുടെ കറുപ്പനാണ് മികച്ച കഥ. മികച്ച വൈജ്ഞാനിക സാഹിത്യകൃതിയായി കെ.പി. ദീപയുടെ വയനാടൻ ചിത്രലിഖിതങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. പുരസ്കാര ജേതാക്കൾക്ക് 3000 രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും എഴുത്തുകാരി C.S. ചന്ദ്രിക വിതരണം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി.ബി. സുരേഷ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി.കെ. സുധീർ, ജോയിന്റ് സെക്രട്ടറി പി.കെ. ബാബുരാജ് എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, വയനാട്.